ശബരിമലയിൽ അയ്യപ്പ സംഗമം നടക്കുകയാണ്. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് 9:30 അയ്യപ്പ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വൻ സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഭക്തജനങ്ങൾ ഇത് മാസത്തോട് വരുന്ന 5 ദിവസത്തെ തീർത്ഥയാത്രയായിട്ട് വരുന്നതുകൊണ്ട് ഭക്തജനങ്ങൾ വളരെ തിരക്ക് കുറവാണെങ്കിലും നാളെ ഈ വരുന്നവർക്കും ഈ 3500ഓളം പേര് ക്ഷണിക്കപ്പെട്ടവർ അതിഥി കൂടാതെ 5000 പേർക്ക് 3 നേരവും ഭക്ഷണം ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അയ്യപ്പൻ്റെ പേരിലുള്ള ഈ സംഗമം നാളെ വരുന്നത് അയ്യപ്പ ഭക്തരാണോ അതോ ആരൊക്കെയാണ് സംഗമിക്കുന്നതെന്നൊക്കെ നാളെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വലിയ ഒരു പുരോഗമനം ഉണ്ടാക്കാൻ പറ്റും ഈ അയ്യപ്പൻ്റെ പേരിൽ ഈ നടക്കുന്ന സംഗമത്തോടു കൂടി. ശബരിമലയിൽ വരുന്ന നാനാ തുറയിലുള്ളവരും ആഗോളതലത്തിൽ തന്നെ വലിയ പ്രശസ്തിയും പേരും ഉണ്ടാക്കിക്കൊണ്ട് ശബരിമലയിൽ ഒരു വികസിതമുണ്ടാക്കും എന്ന് തന്നെയാണ് ശ്രീ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ ഒരു സംഗമം നടക്കുന്നത്. എത്ര പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്? 5000 പേർക്കാണ്. 3500 പേരാണ് ക്ഷണിച്ചിട്ടുള്ളത്. 5000 പേർക്കാണ്. 5000 പേർക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാലത്തും എത്ര 2 ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ? അല്ല, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉണ്ട്. കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇരുമുടി കെട്ടി ആചാരപ്രകാരം മല ചവിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചവിട്ടണം. ഈ സംഗമം നടക്കുന്ന അദ്ദേഹം ഇരുമുടി കെട്ടി അതിൻ്റെ ആചാരം അനുസരിച്ച് അദ്ദേഹം കാണിച്ചു കൊടുക്കണം. അതെ, മുഖ്യമന്ത്രി മാത്രമല്ല, ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരും അയ്യപ്പ വിശ്വാസികളായിരിക്കണം. നാളെ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടക്കുകയാണ്. കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് 9:30 അയ്യപ്പ സംഗമം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വൻ സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഭക്തജനങ്ങൾ ഇത് മാസത്തോട് വരുന്ന 5 ദിവസത്തെ തീർത്ഥയാത്രയായിട്ട് വരുന്നതുകൊണ്ട് ഭക്തജനങ്ങൾ വളരെ തിരക്ക് കുറവാണെങ്കിലും നാളെ ഈ വരുന്നവർക്കും ഈ 3500ഓളം പേര് ക്ഷണിക്കപ്പെട്ടവർ അതിഥി കൂടാതെ 5000 പേർക്ക് 3 നേരവും ഭക്ഷണം ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. നാളെ എത്ര പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്? 5000 പേർക്കാണ്. 3500 പേരാണ് ക്ഷണിച്ചിട്ടുള്ളത്. 5000 പേർക്കാണ്. 5000 പേർക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാലത്തും എത്ര 2 ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ? അല്ല, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉണ്ട്. 3 നേരം ഉണ്ട് ഭക്ഷണം. എൻ്റെ എല്ലാ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി, എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അയ്യപ്പൻ്റെ പേരിലുള്ള ഈ സംഗമം നാളെ വരുന്നത് അയ്യപ്പ ഭക്തരാണോ അതോ ആരൊക്കെയാണ് സംഗമിക്കുന്നതെന്നൊക്കെ നാളെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. വലിയ ഒരു പുരോഗമനം ഉണ്ടാക്കാൻ പറ്റും ഈ അയ്യപ്പൻ്റെ പേരിൽ ഈ നടക്കുന്ന സംഗമത്തോടു കൂടി. ശബരിമലയിൽ വരുന്ന നാനാ തുറയിലുള്ളവരും ആഗോളതലത്തിൽ തന്നെ വലിയ പ്രശസ്തിയും പേരും ഉണ്ടാക്കിക്കൊണ്ട് ശബരിമലയിൽ ഒരു വികസിതമുണ്ടാക്കും എന്ന് തന്നെയാണ് ശ്രീ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലും ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ ഒരു സംഗമം നടക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ ശീതീകരിച്ച മുറിയിൽ തന്നെയാണ് സംഗമം നടക്കുന്നത്. അതേപോലെ ശീതീകരിച്ച മുറിയിൽ തന്നെയാണ് ഭക്ഷണം സദ്യ കഴിക്കുന്നതെല്ലാം. പക്ഷേ ഈ 9:30 ഉദ്ഘാടനം കഴിഞ്ഞ് സമാപനം ഏതാണ്ട് 4:30 സമാപനം നടക്കുന്നത്. ഈ സമാപനം കഴിഞ്ഞ ഉടനെ ഈ പ്രതിനിധികളായിട്ട് വന്നവർക്കും മറ്റുള്ളവർക്കുമെല്ലാം ശബരിമലയിൽ പോയി ഭഗവാനെ കാണാനൊരു സമയമുണ്ട്, സൗകര്യം ഒരുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു സൗകര്യം ഒരുക്കുന്ന സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ളതുമെല്ലാം ആചാരം അനുസരിച്ച് ഇരുമുടി കെട്ടുമൊക്കെ കെട്ടി അദ്ദേഹം ശബരിമലയിൽ അയ്യപ്പനെ കാണാൻ പോകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. എല്ലാവരും അത് ഉറ്റുനോക്കുകയാണ്. മല ചവിട്ടാൻ വന്നതാണോ? അതെ, മല ചവിട്ടാൻ വേണ്ടി. പിന്നീട് അതോ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ശേഷം നാളെ വൈകുന്നേരം മല ചവിട്ടും. അയ്യപ്പ സംഗമത്തിൽ ക്ഷണം ഉണ്ടായിരുന്നു? ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് മെസ്സേജ് വന്നിരുന്നു. ഞാനിവിടെ സ്ഥിരം വരുന്ന ആളാണ്, സന്ദർശകനാണ്, തീർത്ഥാടകനാണ്, ഭക്തനാണ്. അതുകൊണ്ട് മെസ്സേജ് വന്നിരുന്നു, നിങ്ങൾ രജിസ്റ്റർ ചെയ്യാനും. ഈ നാളെ അയ്യപ്പന്റെ പേരിൽ ഒരു സംഗമത്തെ കുറിച്ച് എന്താണ് അങ്ങയുടെ മനസ്സിൽ? സ്ഥിരം ഒരു ഭക്തനാണല്ലോ ശബരിമല വേൽക്കിനെ കുറിച്ച്. അത് എന്താണ് അത് സമൂഹത്തിന് ഈ പറഞ്ഞ കണക്ക് മുഖ്യമന്ത്രിയും ദേവസ്വം ബോർഡ് പറഞ്ഞ കണക്ക് ഭക്തർക്ക് അത് നേട്ടം ഉണ്ടാവുമോ? ഭക്തർക്ക് നേട്ടം ഉണ്ടാവണം. ഉണ്ടാവുമോ ഇല്ലയോ നമുക്കിപ്പോ പറയാൻ പറ്റില്ല. നാളെ എന്തൊക്കെ കാര്യങ്ങളാണോ അവതരിപ്പിക്കുന്നത്, തുടർന്ന് ബാക്കി നടപടികൾ. നാളെ ഇത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇരുമുടി കെട്ടി ആചാരപ്രകാരം മല ചവിട്ടുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ചവിട്ടണം. ഈ സംഗമം നടക്കുന്ന അദ്ദേഹം ഇരുമുടി കെട്ടി അതിൻ്റെ ആചാരം അനുസരിച്ച് അദ്ദേഹം കാണിച്ചു കൊടുക്കണം. അതെ, മുഖ്യമന്ത്രി മാത്രമല്ല, ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ആഗോള അയ്യപ്പ സംഘവുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരും അയ്യപ്പ വിശ്വാസികളായിരിക്കണം. അപ്പോൾ നമുക്കിവിടെ പമ്പയിൽ നമ്മൾ പലരും ഇവിടെ വന്നാണ് ഇരുമുടി കെട്ടിയാണ് മല ചവിട്ടുന്നത്. അതെ. അപ്പോൾ നാളെ ആ ആചാരം 4:30 ഇത് പരിപാടി കഴിഞ്ഞാൽ ഈ വരുന്ന പ്രതിനിധികൾക്ക് മല ചവിട്ടാനുള്ള അവസരം കൊടുക്കുമെന്നാണ് പറയുന്നത്. അതല്ലാതെ പണ്ട് ഗുരുവായൂർ പോയി നോക്കി നിന്ന് ഇതാണോ കൃഷ്ണൻ അവിടാണോ ഇരിക്കും ചോദിച്ചാണോ ഒരു ആശങ്ക പങ്കുവെക്കും അദ്ദേഹം. ഇത് ഈ സംഗമം നയിക്കുന്നവരുടെ നേതൃത്വത്തിലായിരിക്കണം മല ചവിട്ടേണ്ടത്. അതെ, അതല്ലേ അതിന്റെ ശരി. അപ്പോൾ അവർ ആചാരം ഇരുമുടി കെട്ടി വേണം പോകാൻ.
അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കും നാളെ സംഗമം കഴിഞ്ഞ് അദ്ദേഹം നല്ല ഭക്തർക്ക് വേണ്ടിയാണ്, വിശ്വാസികൾക്ക് വേണ്ടിയാണെന്നല്ലേ പറയുന്നത്. അദ്ദേഹത്തിന്റെ പിന്നെ നമുക്ക് അദ്ദേഹത്തോടൊപ്പം നാളെ മല ചവിട്ടാമെന്നാണ് ഒരു പ്രതീക്ഷ. പണ്ട് ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരപ്പൻ അവിടെയാണോ ഇരിക്കുന്നത് എന്ന് ചോദിച്ചതുപോലൊരു സംശയം അദ്ദേഹം ശബരിമലയിൽ ചെന്ന് ചോദിക്കുമോ, അതോ ആ സ്ഥലം തന്നെ അദ്ദേഹം ആചാരത്തിനനുസരിച്ച് ശബരിമലയിൽ ഇരുമുടി കെട്ടുമായിട്ട് അദ്ദേഹം ശബരിമലയിൽ ചെന്ന് ആചാരത്തിനൊത്ത് തന്നെ ആ ഭക്തി ആദരപൂർവ്വം ഈ സംഗമത്തിൻ്റെ ആ വിശ്വാസം അനുസരിച്ച് ആ സംഗമത്തിൻ്റെ വിശ്വാസികളായിട്ട് വന്നതിൻ്റെ അനുസരിച്ച് അദ്ദേഹം നാളെ മല ചവിട്ടുമോ, അതോ അവിടെ പോയി അത്തരമൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തിരിച്ചു വരുമോ എന്നൊക്കെയാണ് ഇവിടുത്തെ ഭക്തജനങ്ങളായിട്ടുള്ള പലരുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെയൊക്കെ ആശങ്ക. തൊട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു സംഗമത്തെക്കുറിച്ച് അറിഞ്ഞത്. മറ്റു പലർ ആ സംഗമത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. സ്റ്റാലിൻ വരുത്തില്ല, സ്റ്റാലിൻ ഇത്തരം വിശ്വാസങ്ങൾ കുറവാണെന്നാണ് മറ്റു ചില ഭക്തർ നമ്മളോട് പറഞ്ഞത്. അത്തരത്തിൽ എന്തായാലും നാളത്തെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വിശ്വാസത്തോടെ ആചാരത്തോടു കൂടെ ഇരുമുടി കെട്ടും കെട്ടി അദ്ദേഹം ശബരിമലയിൽ ചെന്ന് ആ ഭഗവാനെ കണ്ട് തൊഴുകുമോ, അതോ അവിടെ പോയി ആശങ്ക പങ്കുവെക്കുമോ? എന്തായാലും സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിജയകരമായിട്ട് നടക്കട്ടെ. ഉദ്ദേശ ലക്ഷ്യത്തിനനുസരിച്ച് ശബരിമലയ്ക്ക് വികസനം ഉണ്ടാകട്ടെ. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഓരോരുത്തർക്കും ബുദ്ധിമുട്ടില്ലാതെ ശ്രീ അയ്യപ്പനെ കണ്ട് വണങ്ങി തിരിച്ച് അവരവരെ ഗൃഹങ്ങളിൽ പോകാൻ അവർ ആശ്വാസത്തിനും സമാധാനത്തിനും വരുന്ന ഭക്തി നിർഭരമായ ഈ ശബരിമലയെ പൂങ്കാവനമാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാരിന് കഴിയട്ടെ. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ സംഗമം വിജയകരമാകട്ടെ. അവർ പ്രതീക്ഷിച്ച കണക്ക് വിദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ആരൊക്കെയാണോ അവർ വന്ന് ആ പ്രതീക്ഷ അനുസരിച്ച് ഈ ശബരിമലയുടെ വികസനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യവും ശബരിമലയിൽ നാളത്തെ സംഗമത്തോടുകൂടി മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ദേവസ്വം വകുപ്പും ഒക്കെ അവർ വിശ്വാസം അർപ്പിച്ചതുപോലും അവരെ പ്രതീക്ഷ അർപ്പിച്ചതുപോലും ഒരു വൻ വിജയമായിരിക്കട്ടെ എന്ന് പറയുന്നു. പമ്പയിൽ നിന്നും കർമ്മ ന്യൂസിന് വേണ്ടി രാമഭദ്രൻ.